പവിത്രത്തിന്റെ പുതിയൊരു പ്രോമോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആ രാത്രി കണ്ണീർമലയിലിരുന്ന് വിക്രം വേദയും സംസാരിക്കുകയാണ്. എനിക്കും ദീപ്തിക്കും മാത്രമായിരിക്കും അതിന്റെ അവകാശം. ഒരിക്കൽ വെല്ലുവിളിച്ചതുപോലെ അതിന്റെ MD സ്ഥാനത്ത് വിക്രം കയറിയിരിക്കും, വേദ വിക്രമിനോട് പറഞ്ഞു. ഇത് കേട്ട് വിക്രം പറയുകയാണ്, ഏയ് നമുക്ക് അങ്ങനെ ഒരു ജീവിതമൊന്നും വേണ്ടടോ. ഈ സ്ഥലത്ത് നമ്മൾ എത്രമാത്രം സന്തോഷത്തോടെ ജീവിച്ചിരുന്നോ ഇതുപോലൊരു ജീവിതം പോരെ നമുക്ക്. നമ്മുടെ രണ്ട് കുടുംബങ്ങളും പരസ്പരം സ്നേഹിച്ച് എല്ലാവരും ഒരുമിച്ച് നിന്ന് എന്തൊരു സന്തോഷമായിരിക്കും അല്ലേ എന്നൊക്കെ വിക്രം പറയുകയാണ്. കൂട്ടത്തിൽ വിക്രം ഇങ്ങനെയും പറഞ്ഞു, ഒരുപാട് കണക്കുകൾ തീർക്കാനുണ്ടെന്ന്. വിക്രമിന്റെ അച്ഛനോട് ചെയ്തതിനൊക്കെ, വരുണിനെ കൊന്നതിന്, പുളിക്കിനെ കൊന്ന് തെളിവില്ലാതാക്കിയതിന്, കുറച്ചു കാലത്തേക്കെങ്കിലും അനിയൻകുട്ടനെ ഇങ്ങനെയാക്കിയതിന് എന്നൊക്കെ വിക്രം വേദയോട് പറയുകയാണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ശ്രീകാന്തും ചന്ദ്രശേഖരനും ജോബിയും ഗുണ്ടകളുമായി വിക്രമിന്റെയും വേദയുടെയും താമസ സ്ഥലത്ത് എത്തുകയാണ്. അവർ അകത്തു കയറി ഉറങ്ങിക്കിടന്നിരുന്ന അനിയൻകുട്ടനെ ശ്രീകാന്ത് വിളിച്ചുണർത്തുകയാണ്. ഉറക്കത്തിൽ നിന്നുണർന്ന അനിയൻകുട്ടൻ അവരെ കണ്ട് ഞെട്ടുന്നു. അപ്പോഴേക്കും വിക്രം വേദയും അവിടെ എത്തി. പേടിച്ചു നിൽക്കുന്ന അനിയൻകുട്ടനെ കണ്ട് വിക്രം കാര്യം തിരക്കുമ്പോഴേക്കും ചന്ദ്രശേഖരനും ശ്രീകാന്തും ജോബിയും ഗുണ്ടകളും അവരുടെ അടുത്തേക്ക് വരികയാണ്. ശ്രീകാന്ത് പറഞ്ഞു, ഇനി ബലം പ്രയോഗിക്കാൻ നിൽക്കണ്ട വിക്രം, നമുക്ക് പോകാം. അത് കേട്ടപ്പോഴേക്കും ദേഷ്യത്തിൽ വിക്രം ശ്രീകാന്തിനെ ചവിട്ടുകയാണ്. ശ്രീകാന്ത് തെറിച്ച് ഡോറിനടുത്തേക്ക് വീഴുമ്പോഴേക്കും വിക്രം ബെഡിനടിയിൽ സൂക്ഷിച്ചിരുന്ന കത്തിയെടുത്ത് ചന്ദ്രശേഖരന്റെ കഴുത്തിൽ വെക്കുകയാണ്. അപ്പോൾ മുഴുവൻ എപ്പിസോഡിനായി നമുക്ക് കാത്തിരിക്കാം. അതുവരേക്കും ബൈ.